നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പഴയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചിട്ട് ഏകദേശം 2 വർഷങ്ങളാകാൻ പോകുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനമൊക്കെ നടക്കുന്ന ഒരു കാലം. ഇപ്പോൾ ഉമ്മൻചാണ്ടി കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ടെനി ജോപ്പൻ എതിരായിട്ടുള്ള ഒരു കേസൊക്കെ മാറുന്നു. അദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ മറ്റേ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. അതിങ്ങനെ പലതരത്തിൽ ചർച്ചയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന കാലം അത്രയും അദ്ദേഹം അനുഭവിച്ച കൊടിയ യാതനയുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം. ആ കേസ് എവിടെ നിന്നുണ്ടായി, ആ കേസിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ CD തപ്പിക്കൊണ്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ അങ്ങ് കോയമ്പത്തൂർ വരെ ഇവിടുന്ന് നിരവധി ആളുകൾ, മാധ്യമപ്രവർത്തകരടക്കം പോയതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി മാത്രം അവിടെ എങ്ങനെ തെറ്റുകാരനായി? PC വിഷ്ണുനാഥിൻ്റെ ഉൾപ്പെടെ KC വേണുഗോപാലിൻ്റെ ഉൾപ്പെടെ അങ്ങനെ നിരവധിയായ ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ അവരുമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആ പറയുന്ന എന്താ പറയുക അതിജീവിത പുറത്തുവിട്ടിരുന്നു, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട യുവതി പുറത്തുവിട്ടിരുന്നു. തന്നെയല്ല, ആ കോൾ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയെ കൂടാതെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ നിരവധി ഈ കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർ ഈ പറയുന്ന യുവതിയുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു. മണിക്കൂറുകളോളം സംസാരിച്ചവർ വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി തലക്കുമ്പിട്ടിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടി എന്ന് തന്നെ ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് തടിയൂരി രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഉമ്മൻചാണ്ടിയെ പിന്നീട് ബലിയാടാക്കുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന സോളാർ കേസിൽ ഉണ്ടായി. അതാണ് ഉമ്മൻചാണ്ടി. പിന്നീട് അദ്ദേഹം 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. ഉമ്മൻചാണ്ടി അന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് സ്വന്തം മുന്നണിയിൽപ്പെട്ട, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാരെ തന്നെയായിരുന്നു. ഘടകകക്ഷികളിൽ നിന്നുള്ള ആൾക്കാരെ, അതോടൊപ്പം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു ഹരിത MLA മാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ തലപ്പത്തേക്ക് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവും കൂടി വരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഉമ്മൻചാണ്ടിയെ പരമാവധി എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതാണ് രസം. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷം എല്ലാം കൂടെ സമരത്തിനൊക്കെ രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഉമ്മൻചാണ്ടി ജീവിതകാലം അത്രയും നേരിടേണ്ടി വന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ അശനിബാധം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. ഏറ്റവും ശനിബാധിക്കുകയാണ്. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നു, സലിം രാജിനെ അറസ്റ്റ് ചെയ്യുന്നു. ഉമ്മൻചാണ്ടി അറിയുന്നില്ല. ആ സമയത്ത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന, ഇന്ന് സ്പീക്കറായിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൽ കുറ്റാരോപിതയായ ഒരു ചലച്ചിത്ര സീരിയൽ രംഗത്തെ നടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ അവരുടെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിന് ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചോദ്യം എത്രയോ കാലങ്ങളായി നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആൾ മാത്രം എങ്ങനെയാണ് ബലിയാടാകുന്നത്? ഫോൺ വിളിച്ചവരും വേറെ ആരും കുടുങ്ങിയിട്ടില്ല, നേരിട്ട് കണ്ടവരാരും ഇതിനകത്ത് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയോടുള്ള വൈരാഗ്യം ഹരിത MLA മാരുടെ നേതൃത്വം കൊടുത്ത VD സതീശന് പിന്നെ ഇപ്പോഴും ഇല്ലാണ്ടായോ? ഇല്ല. അങ്ങനെ ഒന്നും ഇല്ലാതാകുന്നതല്ല VD സതീശന് ഉമ്മൻചാണ്ടിയോടുള്ള പക എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്നതിൽ വേദിയിൽ അല്ലെങ്കിൽ അനുസ്മരണ സമ്മേളനത്തിൽ നിന്നും വിട്ടു നിൽക്കാനാണ് VD സതീശൻ്റെ തീരുമാനം, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നില്ല. നമ്മൾ കരുതും VD സതീശൻ വേറെന്തോ ബിസി ഷെഡ്യൂളുമായി കേരളത്തിന് പുറത്ത് ഈ പറയുന്ന പോലെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തോ യാത്രയിലായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമായി, ഇപ്പം അദാനിയുടെ ഏതെങ്കിലും ഒരു ടീമുമായി കൂടിക്കാഴ്ചയായിരിക്കാം, MSC എന്ന് പറയുന്ന കമ്പനിയുമായി എന്തെങ്കിലും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടാകാം. അങ്ങനെ തിരക്കിട്ട ബിസി ഷെഡ്യൂളുമായി പോകുന്നതുകൊണ്ടാണ് VD സതീശന് ഉമ്മൻചാണ്ടിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് കരുതുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. ആ അനുസ്മരണ സമ്മേളനം നടക്കുന്നതിന് വിളിപ്പാടകലെ അന്നത്തെ ദിവസം ഇവിടെ VD സതീശൻ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് അദ്ദേഹം കോട്ടയം നഗരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സൗകര്യമില്ല.
അതിന് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം സൗകര്യം എന്ന് പറയുന്ന വാക്കിനെ. അപ്പോൾ അങ്ങനെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുള്ളൂ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി മരണപ്പെടുന്നു, അല്ലെങ്കിൽ MLA ആയിരിക്കുന്ന പുതുപ്പള്ളിയുടെ MLA ആയിരിക്കുന്ന ഉമ്മൻചാണ്ടി മരണപ്പെടുന്നു. ആ മരണത്തെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തെ ഏറ്റവും അധികം ആഘോഷിച്ചത്, ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും, ആഘോഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയാം, അന്ന് UDF നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെയാണ്. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് തിരുനക്കര മൈതാനം വരേക്കും ആ വിലാപയാത്ര എത്തിയപ്പോൾ സമയം എത്ര വൈകി എന്നുള്ള കാര്യം. അത്രത്തോളം യാത്രയുണ്ടായിരുന്നു. ഒരു സ്വാഭാവികമായ വേഗതയിൽ പോലും ഒരു ജനനായകൻ്റെ വിലാപയാത്രയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത്രയും സ്വാഭാവികമായ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു വേഗത അതിന് കൊടുത്തിരുന്നെങ്കിൽ പോലും ഇത് എത്രയോ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്ര തിരുനക്കര മൈതാനിയിൽ എത്തിയേനെ. പിന്നെ എന്തിനാണ്, ആരുടെ താല്പര്യപ്രകാരമാണ് അത്രയും വലിച്ചിഴച്ചത്? അവിടെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിലുടനീളം ഇന്നത്തെ MLA ആയിരിക്കുന്ന ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായി പ്രതിഷ്ഠിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള നീക്കവും VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ UDF ചെയർമാനിൽ നിന്നും ഉണ്ടായി. നമുക്ക് ശ്രദ്ധയോടെ കണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ലേ. അപ്പം എന്തിനാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് പുതുപ്പള്ളി മണ്ഡലം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ചാണ്ടി ഉമ്മനിലൂടെ നിലനിർത്തിക്കൊണ്ടു പോകാൻ? കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടിയെ വളരെ നേരിയ വ്യത്യാസത്തിലാണ് ജേക്സി തോമസുമായി അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് ഉള്ള ജനപ്രീതി അവിടെ കുറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ പലപ്പോഴും VD സതീശൻ അടക്കമുള്ള UDF നേതാക്കന്മാരിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തോന്നലിനെ മറികടക്കാനും ഒട്ടും രാഷ്ട്രീയത്തിൽ അത്രത്തോളം ശോഭിച്ചിട്ടില്ലാത്ത ചാണ്ടി ഉമ്മനെ പോലെ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ വേണ്ട എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞൂഞ്ഞെന്ന് പറയുന്ന പുതുപ്പള്ളിക്കാരുടെ സ്വന്തം വികാരത്തെ ഏറ്റവും ഭംഗിയായി തന്നെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രം ഉപയോഗിക്കാൻ VD സതീശന് കഴിഞ്ഞു. അല്ലാതെ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ പുതുപ്പള്ളി സീറ്റ് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന ഒരൊറ്റ തോന്നൽ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിലാപയാത്രയിലുടനീളം പൊതുജനത്തിൻ്റെ കണ്ണിലേക്ക് ചാണ്ടി ഉമ്മനെ എറിഞ്ഞിട്ട് കൊടുത്ത ഒരു ബുദ്ധിരാക്ഷസം കൂടിയാണ് VD സതീശൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ താൻ അത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് ആ വിജയത്തിന് വേണ്ടിയിട്ട്. അതായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ വേണ്ടി താൻ ഒരുപാട് കളത്തിലിറങ്ങി കളിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു VD സതീശൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ മത്സരിച്ച് ജയിച്ച സാഹചര്യത്തിൽ ആ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉമ്മൻചാണ്ടി ഈ പറയുന്ന VD സതീശൻ KPCC അധ്യക്ഷനായ K സുധാകരൻ്റെ അടുത്ത് നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചെടുക്കുന്നത്, ഞാനാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് ഏറ്റവും വലിയ മൈക്ക് സമരം നടക്കുന്നത് അവിടെയാണ്. മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സമരം നടക്കുന്നു. അവിടെ ആദ്യമായി നമ്മൾ കാണുന്ന അവിടെയാണ്. അപ്പോൾ അത് VD സതീശൻ അത് സ്വന്തം കൈപ്പിടിയിലേക്ക് ആ വിജയത്തെ തൻ്റേതാക്കി മാറ്റാനും താൻ ഉപയോഗിച്ച ഏതോ വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവ്, പൊതുവേ രാഷ്ട്രീയത്തിൽ അത്ര അപക്വനായ ഒരു നേതാവ് അവിടെ വിജയിച്ചത്, അദ്ദേഹത്തിന് ഇപ്പം പക്വതയൊക്കെ ഉണ്ട് കേട്ടോ, വിജയിച്ചത് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ അങ്ങനെയെല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളുടെ മരണത്തെ വളരെ കൃത്യമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് VD സതീശൻ തന്നെയാണ്. ആ VD സതീശന് തനിക്ക് അധികാരത്തിലേക്ക് എത്തുക മാത്രമായിരുന്നു, താൻ നടന്നു പോകുന്ന വഴികളിൽ ആരെയൊക്കെ ചവിട്ടി മെതിച്ചാലും വേണ്ടിയില്ല, തനിക്ക് അധികാരത്തിലേക്ക് എത്തണമെന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു VD സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് പലപ്പോഴും മറിയാമ്മ ഉമ്മൻ പോലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് VD സതീശൻ എന്ന് പറയുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രീണന നയങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഇത് വെറും പാഴ്വാക്കുകൾ മാത്രമാണ്. ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ്സിൽ പെട്ട പല നേതാക്കന്മാരും ഇന്ന് അവരുടെ മുഖ്യമന്ത്രിയെ കാണാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. പലരും കൺമുമ്പിൽ നിന്നിട്ട് പോലും അവരെ തിരിഞ്ഞും തിരുവഴിക്കും നോക്കാൻ പറ്റാത്ത തരം ഒരു ചക്രവർത്തി പദത്തിൽ ഏറി നിൽക്കുന്ന ഒരു അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടു കൂടിയാണ് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവർ മരണപ്പെട്ടു പോയി, അത് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഇനി ആരായിരുന്നാലും ശരി, അവരുടെയൊക്കെ അനുസ്മരണ സമ്മേളനത്തിൽ പോയി വേസ്റ്റ് ചെയ്യാനുള്ള അല്ല തൻ്റെ സമയം. അതേസമയം ഞങ്ങൾക്ക് ആർ വി ബാബുവിനെ കാണാം.
ശശികല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷവിത്തിനെ കാണാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഉമ്മൻചാണ്ടിയുടെയൊക്കെ അനുസ്മരണ സമ്മേളനത്തിലൊക്കെ വെറും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കളയുന്നത് സമയം വലിയ നഷ്ടമാണ് എന്ന് ഉള്ള ബോധം ഒരുപക്ഷെ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിക്കുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഉമ്മൻചാണ്ടിയുടെ ഇതിലേക്ക്, അതായത് അനുസ്മരണ സമ്മേളനത്തിലേക്ക് പോകാതിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.